അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ സുപ്രസിദ്ധ സിനിമാ താരം അലിൻ ജോസ് പരേരയാണ്. അപ്പോൾ അലിൻ ജോസ് പരേരയും അവസാനം മീറ്റുവിൽ കുടുങ്ങിയിരിക്കുകയാണ്. അലിൻ ജോസ് പരേരയുടെ പുതിയ ഷോർട്ട് ഫിലിമായ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്ന സിനിമയിലെ നായികയും പിന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്താൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുമായ റിയ ആണ് നമ്മുടെ കഥയിലെ നായിക. അഭിനയം മോഹിച്ച് സിനിമയിലെത്തുകയും പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റായി തുടരുകയും അതുവഴി ഒന്നുമാകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആറാട്ടണ്ണൻ്റെ പാത പിന്തുടർന്ന് സിനിമ റിവ്യൂ ചെയ്യുകയും അങ്ങനെ പ്രസിദ്ധി നേടുകയും ചെയ്ത അലിൻ ജോസ് പരേര പതുക്കെ നായകൻ അവിടെ നിന്നും ഉയരുകയാണ്. പുള്ളി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും പുള്ളി വൈറലാവുകയും ചെയ്തു. ഒരു പറ്റം ആൾക്കാർ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ബുദ്ധിപരമായി ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയും ആ ഷോർട്ട് ഫിലിമിൽ തൻ്റെ അച്ഛനെ നായകനാക്കി അദ്ദേഹം വില്ലനായി അഭിനയിക്കുകയും അത്യാവശ്യം കുറച്ചാൾക്കാർ അത് കാണുകയും ചെയ്തതോടെ അദ്ദേഹം ഉയരുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച കണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിനൊപ്പം കൂടുകയാണ്. ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്, വളരുന്നുവെന്ന് കണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് കുറേ ഷോർട്ട് ഫിലിമുകൾ എടുക്കാമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം അവരുടെ സുഹൃത്തുക്കളായ 1-2 പെൺകുട്ടികളെയും അതിലേക്ക് ചേർക്കുകയാണ്. തൻ്റെ ഷോർട്ട് ഫിലിമിൽ പെണ്ണുങ്ങൾ അഭിനയിക്കാൻ വന്നതോടെ എലി പുന്നല് കണ്ട അവസ്ഥയായി അലിൻ ജോസ് പരേര. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അങ്ങനെ സകല വിക്രിയകളും സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരികയും അലിൻ ജോസ് പരേരയുടെ കാമുകിയാണ് റിയ എന്ന രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. അത് ഒരു വിധേനയും അലിൻ ജോസ് പരേര എതിർക്കുകയും ചെയ്തില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ആണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. മീറ്റു ആരോപണവുമായി റിയ രംഗത്ത് വരുന്നു. അവരുടെ ഒരു ഷോർട്ട് ഫിലിം റിലീസാവുകയും അതിനിടയ്ക്ക് അത് വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റിയ തന്നെ അലിൻ ജോസ് പരേര വിവാഹ വാഗ്ദാനം ചെയ്ത് പറ്റിക്കുകയും ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ് പരാതി തരികയും പിന്നീട് അലിൻ ജോസ് പരേര ഓൺലൈൻ മീഡിയ വരികയും പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കൾ വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് ചാറ്റ്സ് ഒക്കെ ബന്ധുക്കൾ വരെ പുള്ളിയെ വിളിച്ച് എന്തരാക്കുവാണ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതാണ് പുള്ളി പറയുന്നത്. നാണം കെടുത്തുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് നാണോ മാനോ ഉണ്ടായിരുന്നോ ഇത്രയും നാളും? നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല, കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാൻ പറയാൻ പറ്റില്ല. അന്നത് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്തും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാരെ. അതെന്തിനാണ് ഇപ്പൊ ഇവിടെ പറയുന്നേ? നീ കാര്യത്തിലോട്ട് വാ. നീ എന്തിനു പെണ്ണിനെ കയറി പിടിച്ച് അതിലോട്ട് വാ. വിലപിടിപ്പുള്ള കാറും മൊബൈൽ ഫോണിന്റെ കാര്യം വിട്, അത് നമുക്ക് പിന്നീട് നോക്കാം. കാര്യത്തിലേക്ക് വാ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി. അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും, വേറെ നായകനെ കൊണ്ടുവന്നാ നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞതാ. അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നില്ലേ? എനിക്കിത് അപ്പോഴേ അറിയാം. നിന്റെ ആ റോഡിൽ കിടന്നുള്ള പാട്ടും കെട്ടിപ്പിടുത്തവും എടുത്തുപൊക്കലോ കണ്ടപ്പോഴേ അറിയാം ഇത് അവസാനം ഇങ്ങനെ തന്നെ വരുമെന്ന്. സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. നിനക്ക് ഈ വിധി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, ഇത് ആ പാവപ്പെട്ടവൻ്റെ ശാപമാണ് കേട്ടോ. ആറാട്ടനുണ്ട്, നീ എന്തൊക്കെയാണ് ആ പുള്ളിയുടെ മുമ്പ് ചെയ്തത്? പുള്ളി ഒരു കല്യാണം കഴിക്കാത്തൊരു മനുഷ്യൻ, എന്തൊക്കെയാണ് നീ പുള്ളിയുടെ മുമ്പ് ചെയ്തത്? സന്തോഷ് വർഗീയ പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർഗീയ എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. കാല് മാറി പുള്ളി. ഹമ്പടാ, പോകുന്ന വഴിക്ക് ആശാനോടൊരു പണി വെച്ചിട്ട് പോവുകയാണില്ലേ? പുള്ളി ഈ ഓൺലൈനിൽ കിടന്ന് കാണാൻ പറയുമെങ്കിലും പുള്ളിക്ക് അതിനുള്ള കഴിവൊന്നുമില്ലെന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പോടാവേ. എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക്. നമ്മൾ 18-25 കുറെ പെൺകുട്ടികളെ നോക്കിയതാണ് അഭിനയിക്കാൻ. പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തിക്കളഞ്ഞു.
ഏത് ഗതികെട്ട സമയത്താണോ ഈ 35 വയസ്സുള്ള ഇവളെ അഭിനയിപ്പിക്കാൻ തോന്നിയത്? 10-25 വയസ്സുള്ള പെണ്ണുങ്ങളായിരുന്നേ എങ്ങനെയെങ്കിലും കെട്ടിയെങ്കിലും ഒഴിവാക്കാമായിരുന്നു അല്ലേ? അങ്ങനല്ലേ? ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി എനിക്ക്. എന്തോന്ന്? എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തായാലും ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കില്ല. അമ്മ സംഘടനയെ പോലത്തെ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, ചെറിയ ചെറിയ ആൾക്കാർ നമ്മളെ വെച്ച് പല പല സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വിളിക്കുമായിരിക്കും. ഇത് കാരണം വിളിക്കാതിരിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് പോയി ഞാനും അപേക്ഷിക്കുകയാണ് ഗൈസ്. ഈ കാരണം ഇവനെ ഈ ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും വിളിക്കാതിരിക്കരുത്. വിളിക്കണം കേട്ടോ. ഇവനെ തന്നെ വിളിക്കണം, അഭിനയിപ്പിക്കണം. ഇവൻ്റെ ആ ഒരു ആഗ്രഹങ്ങൾ, ഡാൻസും കെട്ടിപ്പിടിക്കാനൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങളും കൂടെ സഹായിച്ചു കൊടുക്കണം കേട്ടോ. വെറുതെ ഇരുന്നുണ്ട്, ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്, പല ദണ്ഡിത്തരങ്ങൾ. അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗിക ബന്ധമാകുമോ ഗൈസ്? ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ? അവർക്ക് വട്ടാണ്, ഭ്രാന്താണ്. ആ റിയനെ പിടിച്ച് ചങ്ങലൊക്കെ ഇടി. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേര നാറ്റിക്കല്ലേ, കേസ് കൊടുക്കല്ലേ, നാറിക്കല്ലേ. ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റും കാണിച്ചു തരാന്ന് പറഞ്ഞ, പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. എനിക്ക് സങ്കടമുണ്ട്. നാളെ ഞാൻ ജയിലിലായ ആ പെണ്ണറിയും കാരണം. ആ റിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കും. സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കുകയാണ്, എൻ്റെ കരിയർ ഇല്ലാതാക്കുകയാണ്. നാളെ ഞാൻ ജയിലിലടച്ചാൽ അതിന് ഉത്തരവാദി ഇവളായിരിക്കും, റിയ എന്ന് പറയുന്ന പെൺകുട്ടി. തീർച്ചയായിട്ടും നീ ജയിലിലാവുകയാണെങ്കിൽ ഞങ്ങൾക്കും അറിയാം ഈ കുട്ടി തന്നെയാണ് ഇതിന് കാരണമെന്ന്. അതുകൊണ്ട് നിൻ്റെ തിരിച്ചുവരവനായി ഞങ്ങൾ ദൈവത്തിനോട് മൂട്ടിപ്പായി പ്രാർത്ഥിക്കാം. നിൻ്റെ റിവ്യൂസ് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. നിൻ്റെ ഷോർട്ട് ഫിലിം തലതെറിച്ചവൻ, ഇതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യും. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ, മിസ്റ്റർ അലിൻ ജോസ് പെരേര.